2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി. മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനിസ് മൻചറോവ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്നലെ വൈകിട്ടാണ് മോദി റഷ്യയിൽ വിമാനമിറങ്ങിയത്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത്. 3ാം തവണയും അധികാരത്തിൽ എത്തിയ ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനം കൂടിയാണ് ഇത്. ഇന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്ന് മോസ്കോയിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മോസ്കോയുമായി ദീർഘകാല ബന്ധം നിലനിർത്തുകയാണ് യാത്രയുടെ ലക്ഷ്യം. വ്ളാഡിമിർ പുടിനുമായി എല്ലാ മേഖലയിലെയും ഉഭയകക്ഷി സഹകരണം വിശകലനം ചെയ്യാനും പ്രാദേശിക രാജ്യാന്തര പ്രതിസന്ധികളിലെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നതായും മോദി പറഞ്ഞു. 2019 മോദി അവസാനമായി റഷ്യ സന്ദർശിച്ചത്. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളാണ് ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരാണെങ്കിലും ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ റഷ്യയിൽ നിന്നുള്ള ആയുധ വിതരണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. വിവിധ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വ്ളാഡിമിർ പുടിനും മോദിയും തമ്മിൽ ചർച്ചകൾ നടത്തും. ഉക്രൈൻ യുദ്ധം, ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ചയാകും. ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും, കാലാവസ്ഥാ മാറ്റം, പ്രതിരോധ ഇടപാടുകൾ, സാംസ്കാരിക ഇടനാഴികൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയും വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയിൽ കടന്നുവരും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തെ അമേരിക്കയും ചൈനയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ വളരെ കാര്യമായി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വിള്ളൽ വന്നു എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതായും അമേരിക്കയുമായുള്ള പ്രതിസന്ധിയിൽ ഇളവ് വന്നതുമൊക്കെ തന്നെ ഇന്ത്യ റഷ്യ ബന്ധത്തെ കാര്യമായി ബാധിച്ചതായി നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. നയതന്ത്ര പ്രതിരോധ ബന്ധങ്ങളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ഇടപാടുകൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തെ വളരെ കാര്യമായി തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും കാണുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ തോതിലുള്ള പ്രതിസന്ധികൾ പോലും ഈ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയും റഷ്യയും. 3ാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് അന്താരാഷ്ട്ര പ്രാധാന്യമാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിലുള്ള ഇടപാടുകളിൽ പുതുമ കൈവന്നിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അത്തരത്തിൽ പുതിയ കരാറുകളും പുതിയ ഇടപാടുകളും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടാകും എന്ന സൂചനകളും പുറത്തുവരുന്നു.